ഇന്ത്യയുടെ 13ാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ 98.21% പോളിംഗ്. കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൽ വഹാബും വോട്ട് ചെയ്തില്ല. വിവരങ്ങളുമായി ഇപ്പോൾ എം സന്തോഷ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരുപക്ഷെ ഫലം അറിയാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് വിവരം സന്തോഷ്? അജിംഷാദ്, ഇന്ത്യയുടെ 13ാമത് ഉപരാഷ്ട്രപതി ആരാണ് എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും. പാർലമെന്റ് ഹൗസിൽ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ 5 മണി വരെയായിരുന്നു പോളിംഗ്. 98.21% പേരാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. 771 എംപിമാരാണ് വോട്ട് ചെയ്തത്. 785 എംപിമാരായിരുന്നു ഇലക്ട്രൽ കോളേജിലുള്ളത്. 6 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കും. 12 എംപിമാരാണ് വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നത്. ഇതിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് എംപിമാരായ PK കുഞ്ഞാലിക്കുട്ടിക്കും അബ്ദുൽ വഹാബിനും വോട്ട് ചെയ്യാനായില്ല. താമസിച്ചാണ് 5 മണിക്ക് ശേഷമാണ് ഇരുവരും പാർലമെന്റിൽ വോട്ട് ചെയ്യാനായി എത്തിയത്. മുംബൈയിൽ നിന്നും ദില്ലിയിലേക്കുള്ള വിമാനം മണിക്കൂറുകളോളം താമസിച്ചതാണ് വോട്ട് ചെയ്യാൻ എത്താൻ വൈകിയത് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും NDA സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡുവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ 18 പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായ ഗോപാലകൃഷ്ണ ഗാന്ധിയും തമ്മിലാണ് മത്സരം. നിലവിലെ അംഗബലം അനുസരിച്ച് വ്യക്തമായ മേധാവിത്വം വെങ്കയ്യ നായിഡുവിനുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ പ്രതീക്ഷിക്കുന്നില്ല. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി ഫലം പ്രഖ്യാപിക്കും. അജിംഷാദ്, തീർച്ചയായും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് NDAയ്ക്കൊപ്പം നിന്ന പലരും ഇത്തവണ കൂറുമാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വല്ലാത്ത വിധത്തിലുള്ള മറ്റു കാര്യങ്ങളൊന്നും പുറത്തേക്കെത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഏകദേശ ധാരണയ്ക്ക് അപ്പുറത്തേക്ക് പുറത്തേക്കെത്തില്ല എങ്കിൽ പോലും അട്ടിമറി വിജയം ആർക്കും സാധ്യമാകില്ല എങ്കിൽ പോലും സന്തോഷ്. അജിംഷാദ്, അറിയാനുള്ളത് പ്രതിപക്ഷ നിരയിൽ നിന്ന് വോട്ട് ചോർന്നോ എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഭരണപക്ഷത്ത് നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വോട്ടുകൾ ചോർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പ്രധാനമായും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അറിയാനുള്ളത്. മറ്റൊന്ന്, ഈ NDA കക്ഷികളുടെ വോട്ടെടുപ്പ്, പ്രത്യേകിച്ചും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 20-ലധികം വോട്ടുകൾ അസാധുവായ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ NDA എംപിമാരുടെ യോഗം ഇന്നലെ പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുകയും വോട്ട് അസാധുവാകുന്നതിരെ കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്ത് നിന്നും വോട്ടുകൾ അസാധുവായിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ NDAക്ക് വോട്ട് ചെയ്തിട്ടുള്ള ബിജു ജനതാദളും അതോടൊപ്പം തന്നെ JDU ഇത്തവണ പ്രതിപക്ഷത്തിന് ഒപ്പമാണ്. JDU NDA പാളയത്തിലേക്ക് പോയെങ്കിൽ കൂടിയും നേരത്തെ തന്നെ ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് JDU എംപിമാർ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് വോട്ട് ചെയ്യും എന്ന് അറിയിച്ചത്. അവരുടെ വോട്ട് ഏത് രീതിയിലാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാകണം. അതോടൊപ്പം തന്നെ NDAക്ക് പുറത്തുള്ള AIDMKയും YSR കോൺഗ്രസും തെലങ്കാന രാഷ്ട്രീയ സമിതിയും NDA സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവരുടെ വോട്ട് എത്ര ഇവർക്ക് NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്നുള്ള കാര്യം അറിയണം. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാർ ഏത് രീതിയിൽ വോട്ട് ചെയ്തു എന്നറിയണം. ഏറ്റവും പ്രധാനമായി ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ ഏത് തരത്തിലാണ് വോട്ട് ചെയ്തത് എന്നുള്ള കാര്യം. അത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ വെങ്കയ്യ നായിഡു വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്കിൽ കൂടിയും ഈ വോട്ടിംഗിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്നോ ഭരണപക്ഷത്ത് നിന്നോ വോട്ട് ചോർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അജിംഷാദ്. ശരി സന്തോഷ് M ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. താമരശ്ശേരി അടിവാരത്ത് സ്വകാര്യ ബസും കാറും ജീപ്പും കൂട്ടിയിടിച്ച് 6 മരണം, 5 പേർക്ക് പരുക്ക്. മരിച്ചത് ജീപ്പ് യാത്രക്കാരാണ്. കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കുട്ടൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ജിംഷാദ്, ഇപ്പോൾ മരിച്ച 6 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയായിരുന്നു നാടിനെ നടുക്കിയ അപകടം നടന്നത്. കോഴിക്കോട്ട് നിന്നും കൽപ്പറ്റയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും വയനാട് ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ജീപ്പ് ഒരു കാറിനെ മറികടന്ന് വരികയായിരുന്നു. ഈ കാറും പിന്നീട് ഈ ജീപ്പിന്റെ പിറകിൽ ഇടിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ജീപ്പ് യാത്രികരായ 6 പേരാണ് മരിച്ചത്. ഇതിൽ കൊടുവള്ളി കരുവമ്പോഴ് സ്വദേശി അബ്ദുറഹ്മാന്റെ ഭാര്യ സുബൈദ എന്നീ 2 പേർ തൽക്ഷണം മരിച്ചു. ഇവരുടെ 3 കൊച്ചുമക്കളും മരിച്ചിട്ടുണ്ട്. ജീപ്പ് ഡ്രൈവറായ പ്രമോദും വയനാട് സ്വദേശിയായ പ്രമോദ് മരിച്ചു. അപകട വിവരം അറിഞ്ഞ് നിരവധി നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ജനപ്രതിനിധികളും ഒക്കെ ഈ അപകട സ്ഥലത്തും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ഈ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്.
ശരി, കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂരിൽ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ ശ്രമം നടത്താൻ CPIM BJP ധാരണ. കണ്ണൂരിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് ധാരണയുണ്ടായത്. പ്രാദേശിക തലത്തിൽ സമാധാന ചർച്ചകൾ നടത്തും. ചർച്ച സൗഹാർദ്ദപരമായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗ തീരുമാനത്തിന്റെ ഭാഗമായാണ് കണ്ണൂരിൽ CPIM BJP നേതാക്കളുടെ ഉഭയകക്ഷി ചർച്ച നടന്നത്. ജില്ലയിൽ അക്രമം ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ ശ്രമം നടത്താൻ യോഗത്തിൽ ധാരണയായി. പ്രാദേശിക തലത്തിൽ സമാധാന യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. ചർച്ച സൗഹാർദ്ദപരമായിരുന്നുവെന്ന് യോഗശേഷം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇരു പാർട്ടികളുടെയും അണികളിലേക്ക് ചർച്ചയുടെ ധാരണ എത്തിക്കുമെന്നും കോടിയേരി വ്യക്തമാക്കി. ദൗർഭാഗ്യകരമായ കുറേ സംഭവങ്ങൾ കഴിഞ്ഞ സർവകക്ഷി യോഗത്തിന് ശേഷമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം സംഭവങ്ങൾ നടന്ന സ്ഥലത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ഇടപെടൽ രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാർ നടത്തണമെന്നാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായിട്ടുള്ള ഒരു തീരുമാനം. സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സമാധാനവും ശാന്തിയും സമൂഹത്തിൽ ഉണ്ടാകുന്നതിനാവശ്യമായി എടുക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഈ ഉഭയകക്ഷി ചർച്ചയിൽ പൂർണ്ണ പിന്തുണയാണ് ഇരുവിഭാഗവും നൽകിയത്. ആഗസ്റ്റ് 11 പയ്യന്നൂരിൽ സമാധാന യോഗം വിളിച്ചു ചേർക്കാനും ധാരണയായി. CPIM നേതാക്കളായ P ജയരാജൻ, TA മധുസൂദനൻ, MC പവിത്രൻ എന്നിവരും BJP RSS നേതാക്കളായ ഗോപാലൻകുട്ടി മാസ്റ്റർ, സത്യപ്രകാശ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. RSSുകാർ കൊലപ്പെടുത്തിയ ഹരിയാനയിലെ ജുനൈദിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകാൻ CPIM കേരള ഘടകം തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ജുനൈദിന്റെ കുടുംബം ദില്ലിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ട് സഹായം അഭ്യർത്ഥിച്ച പശ്ചാത്തലത്തിലാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. RSSുകാർ കൊലപ്പെടുത്തിയ ഹരിയാനയിലെ ജുനൈദിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകാൻ CPIM കേരള സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ജുനൈദിന്റെ കുടുംബം ദില്ലിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകളടക്കം സഹായം അഭ്യർത്ഥിച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ഇക്കാര്യം പരിഗണിച്ചാണ് തുക നൽകാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതെന്ന് CPIM വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി മുഖാന്തരമാവും ഹരിയാനയിലെ ജുനൈദിന്റെ കുടുംബത്തിന് തുക കൈമാറുക. പെരുന്നാൾ ആഘോഷത്തിന് സാധനങ്ങൾ വാങ്ങി മടങ്ങുകയായിരുന്ന 15 വയസ്സുകാരനായ ജുനൈദിനെ ഹിന്ദു വർഗീയവാദികളാണ് കൊലപ്പെടുത്തിയത്. സഹോദരൻ ഷക്കീറിനെ ക്രൂരമായിട്ടാണ് അക്രമികൾ ആക്രമിച്ചത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഹിന്ദു വർഗീയവാദികൾക്കെതിരെ ഉയർന്നത്. ഈ പശ്ചാത്തലത്തിലാണ് CPIM കേരള ഘടകം ജുനൈദിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPI എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജുവിൻ്റെ പേടിപ്പനി പരാമർശത്തിൽ പരിഹാസവുമായി വൈക്കം വിശ്വൻ. രാജുവിൻ്റെ അത്ര ധീരനല്ല മുഖ്യമന്ത്രി എന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. ഇത്തരം അഭിപ്രായങ്ങൾ മാധ്യമശ്രദ്ധ നേടാനാണെന്നും വൈക്കം വിശ്വൻ കുറ്റപ്പെടുത്തി. പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിക്കിടെയായിരുന്നു വൈക്കം വിശ്വൻ്റെ പ്രതികരണം. രാജുവിനെ പോലെ വലിയ ധീരനൊന്നും ആയിരിക്കില്ല മുഖ്യമന്ത്രി. രാജുവിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തൽ കാണുമല്ലോ. അതുകൊണ്ടായിരിക്കും അത്തരം ഒരു ആശയങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ മറ്റെന്തോ കുഴപ്പം ബാധിച്ചുകൊണ്ടും പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായൊരു ശബ്ദം, അതുപോലെ മറ്റ് അതിലെ പാർട്ടികൾ തമ്മിലൊരു വ്യത്യസ്തത വരുത്തുന്ന രീതിയിൽ തൻ്റെ അഭിപ്രായം പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റുള്ളവരും കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥിതി വരും. അതിനു വേണ്ടിയിട്ട് അത്തരം മുഖ്യമന്ത്രിയെ അപമാനിച്ച CPI എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജുവിനോട് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വിശദീകരണം ആവശ്യപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 13ാമത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി വെങ്കയ്യ നായിഡുവിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ പ്രതിനിധി M സന്തോഷ് ഉടൻ തന്നെ ചേരും. ഒരു പക്ഷേ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്ന വിജയമാണെങ്കിൽ പോലും എന്തൊക്കെ കാര്യത്തിലാണ് അട്ടിമറി നടന്നത്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പോലും വോട്ടുകൾ അസാധുവാകുന്നതിലേക്ക് പോയി. അത്തരം എന്ത് നീക്കമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനാവുക എന്നതടക്കം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA പിന്തുണച്ച പലരും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA പിന്തുണയ്ക്കാതെ പിന്മാറിയിരുന്നു. ഈ ഘട്ടമൊക്കെ നൽകിയ ഒരു പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഗോപാൽ കൃഷ്ണ ഗാന്ധിയാണ് എതിർ സ്ഥാനാർത്ഥിയായി നിന്നിരുന്നതും. എന്നാലും വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് വെങ്കയ്യ നായിഡു? സന്തോഷ്.
അജിംഷാദ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഇന്ത്യയുടെ 13ാമത് രാഷ്ട്രപതിയായിരിക്കുകയാണ്. 516 വോട്ടുകളാണ് വെങ്കയ്യ നായിഡുവിന് ലഭിച്ചത്. പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് 244 വോട്ടുകൾ ലഭിച്ചു. 11 വോട്ടുകൾ അസാധുവായി. നേരത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 21 വോട്ടുകൾ അസാധുവായിരുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 11 അസാധു വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. 98.21% പോളിംഗ് ആണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. 711 MP-മാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 12 പേർക്ക് വോട്ട് രേഖപ്പെടുത്താനായില്ല. ഇതിൽ വ്യക്തമായ മേധാവിത്വം വെങ്കയ്യ നായിഡു നേടിക്കഴിഞ്ഞു. 516 വോട്ടുകൾ ആണ് വെങ്കയ്യ നായിഡുവിന് ലഭിച്ചപ്പോൾ 244 വോട്ടുകൾ മാത്രമാണ് ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. NDAയുടെ വോട്ടും NDA സഖ്യകക്ഷികളുടെ വോട്ടും പിന്തുണയ്ക്കുന്ന വോട്ടും കൂടാതെ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്നും വോട്ടുകൾ വെങ്കയ്യ നായിഡുവിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എത്ര വോട്ടുകൾ എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. BJP പാളയത്തിൽ നിന്നുള്ള സംഘപരിവാർ പാളയത്തിൽ നിന്ന് തന്നെയുള്ള രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കുകയും തൊട്ടു പിന്നാലെ BJP-കാരൻ തന്നെയായ സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വെങ്കയ്യ നായിഡുവിനെ ഉപരാഷ്ട്രപതിയായും NDA നിശ്ചയിക്കുകയായിരുന്നു. അതേസമയം ഗോപാലകൃഷ്ണ ഗാന്ധി ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള രീതിയിലായിരുന്നു, സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിലായിരുന്നു ശ്രദ്ധേയ വ്യക്തിത്വമായി നിലനിന്നിരുന്നത്. ഏതായാലും ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും വ്യക്തമായ മേധാവിത്വം നേടിയതോടെ രാജ്യസഭയിൽ BJP-ക്ക് മേധാവിത്വം നേടാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. നിലവിൽ അംഗബലം രാജ്യസഭയിൽ BJP-ക്കും പ്രതിപക്ഷത്തിനും ഒരേ രീതിയിലുള്ള അംഗബലമാണുള്ളത്. അതുകൊണ്ട് തന്നെ പല ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിലും മറ്റുമെല്ലാം രാജ്യസഭയിൽ ഈ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ അധ്യക്ഷനായി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വെങ്കയ്യ നായിഡു രാജ്യസഭയിൽ ഉണ്ടാകുന്നത്, അധ്യക്ഷന്റെ കസേരയിൽ ഉണ്ടാകുന്നത് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇപ്പോൾ ഈ ഒരു നിലവിൽ നേരത്തെ BJP പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ഒരു പിന്തുണ MP-മാരുടെ ഇടയിൽ നിന്നും ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ വോട്ടിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അതേസമയം തന്നെ മുസ്ലിം ലീഗിന്റെ കേരളത്തിൽ നിന്നുള്ള PK കുഞ്ഞാലിക്കുട്ടിക്കും അബ്ദുൽ വഹാബിനും വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വിമാനം വൈകിയത് കാരണം പാർലമെന്റ് ഹൗസിൽ താമസിച്ചെത്തിയതാണ് വോട്ട് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ വന്നത്. അതോടൊപ്പം തന്നെ 12 MP-മാർക്കാണ് മൊത്തത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ വന്നത്. 2 BJP MP-മാർക്കും വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. കൂടുതലും പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള കോൺഗ്രസിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ നിന്നുമുള്ള MP-മാരാണ് വോട്ട് ചെയ്യാതിരുന്നത്. ഏതായാലും അവസാനത്തെ വോട്ടെണ്ണൽ പൂർത്തിയായ സമയത്ത് 516 വോട്ടുകൾ വെങ്കയ്യ നായിഡുവിനും 244 വോട്ടുകൾ ഗോപാലകൃഷ്ണ ഗാന്ധിക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും സന്തോഷ് തുടരൂ. ഞങ്ങളുടെ സീനിയർ ന്യൂസ് എഡിറ്റർ K രാജേന്ദ്രൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ രാജേന്ദ്രൻ, അതായത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ നാം പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കാം. പക്ഷേ 500-ലധികം വോട്ടുകളായിരുന്നു NDAയുടെ കണക്കുകൂട്ടൽ. അത് കൃത്യമായി NDAയുടെ പോക്കറ്റിലേക്ക് വീഴാനായി. കഴിഞ്ഞ തവണ 21 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 21 അസാധു ഉണ്ടായപ്പോൾ ഇവിടെ 11 അസാധുവാണ് ഉണ്ടായത്. ഇതൊക്കെ വ്യക്തമാക്കുന്നതെന്ത്? ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ BJP ലക്ഷ്യമിട്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ വലിയൊരളവോളം അവർ വിജയിച്ചു എന്ന് തന്നെ കരുതണം. ഒന്ന്, വലിയ ഭൂരിപക്ഷം നേടുക. നിലവിലുള്ള അംഗബലം നോക്കിക്കഴിഞ്ഞാൽ ഇത്ര വോട്ടുകൾ ലഭിക്കാനില്ല. കാരണം ഇത്ര വോട്ടുകൾ അവർക്ക് കിട്ടേണ്ടതില്ല. എങ്കിൽ പോലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ടുകൾ ലഭിച്ചു. സന്തോഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യസഭയിൽ BJP-ക്ക് NDAക്ക് ആധിപത്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ രീതിയിലുള്ള കണക്കുകൂട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതാണ് അവർക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന്. മറ്റൊന്ന്, പ്രതിപക്ഷ പാർട്ടികളിൽ ഭിന്നിപ്പുണ്ടാക്കുക. കോൺഗ്രസിന്റെ ഇത് വളരെ വ്യക്തമാണ്. കോൺഗ്രസിൽ നിന്നും പലരും തന്നെ കൂറുമാറി വോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ്, അതാണ് ഏറ്റവും പ്രധാനം. വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലെ MP-മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അവരെ BJP-യോട് അടുപ്പിക്കുക. ഇത് അമിത്ഷായുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. അതിനകത്ത് അവർക്ക് വിജയിക്കാൻ സാധിച്ചു. ചില BJP MP-മാർ ഔദ്യോഗികമായി തന്നെ, ചില തൃണമൂൽ കോൺഗ്രസ് MP-മാർ ഔദ്യോഗികമായി തന്നെ വരും ദിവസങ്ങളിൽ BJP-യിൽ ചേരുമെന്ന് കൊൽക്കത്തയിൽ നിന്നുള്ള പ്രഖ്യാപനമുണ്ടായിരുന്നു. ആ രീതിയിൽ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. കോൺഗ്രസിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് മതേതര പാർട്ടികൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുക. മാത്രമല്ല മതേതര സഖ്യത്തെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാക്കുക. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇതിനകത്ത് മുസ്ലിം ലീഗ് കൈക്കൊണ്ട നിലപാട് തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ 2 MP-മാർ, കേരളത്തിൽ നിന്നുള്ള 2 MP-മാർക്കും വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അവർ താമസിച്ചാണ് എത്തിയത് എന്നാണ് ഇതിന് പറയുന്നൊരു ന്യായീകരണം. അതായത് വോട്ടിങ്ങിനായുള്ള സമയം കഴിഞ്ഞിട്ടാണ് അവരെത്തിയത് എന്ന് പറഞ്ഞാൽ
ഇത്തരത്തിലുള്ള വലിയ ഒരു ഭാഗത്ത് മതേതര പാർട്ടികളും മറുഭാഗത്ത് BJPയും ചേർന്നുള്ള ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന ആ ഒരു ഘട്ടത്തിൽ മതേതര ചേരിയുടെ വോട്ട് അംഗബലം പരമാവധി വർദ്ധിപ്പിക്കുക എന്നത് മുസ്ലിം ലീഗ് എല്ലാം കൈക്കൊള്ളേണ്ട ഒരു രാഷ്ട്രീയ ദൗത്യമാണ്. എന്നാൽ ഇതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് കൈക്കൊണ്ടത് എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് കൈക്കൊണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇക്കാര്യമെല്ലാം തുറന്നു കാണിക്കാൻ BJPക്ക് സാധിച്ചു എന്നതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വെങ്കയ്യ നായിഡു തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ BJP ലക്ഷ്യമിട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ വലിയൊരളവോളം വിജയിക്കാൻ BJPക്ക് സാധിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഈ ദൗത്യവുമായി അല്ലെങ്കിൽ BJP അനുകൂല ദൗത്യവുമായി എത്തിയ JDU ആകട്ടെ അല്ലെങ്കിൽ BJD ആകട്ടെ ഇവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പമോ NDAക്കൊപ്പമോ നിന്നില്ല എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടതല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല, അതിനകത്ത് യാതൊരു സംശയമില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഇവർ ഈ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് JDU BJD എന്നീ പാർട്ടികളേക്ക് അവരുടെ എല്ലാം തന്നെ ഒരു പശ്ചാത്തലം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ഇവരെല്ലാം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ചാഞ്ചാടുന്ന പാർട്ടികളാണ്. പക്ഷെ ആത്യന്തികമായി വിജയം വേണമെങ്കിൽ ഒന്ന് കോൺഗ്രസിനെ ദുർബലമാക്കണം. നമ്മൾ ഗുജറാത്തിൽ കണ്ടതുപോലെ കോൺഗ്രസിനകത്തു നിന്നും BJPയിലേക്ക് വലിയൊരു ഒഴുക്കുണ്ടാക്കണം, കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിനകത്തെ പല MPമാരും തന്നെ കൂറുമാറി വോട്ട് ചെയ്തു എന്നതാണ്. അതുപോലെ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസിനെ ഇല്ലാതാക്കി അവിടെ ആധിപത്യം ഉറപ്പിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അപ്പോൾ അതിനകത്ത് തൃണമൂലിനകത്തൊരു ഭിന്നിപ്പുണ്ടാക്കി ഒരു വിഭാഗം തൃണമൂൽ കോൺഗ്രസ് MPമാരെ കൂറുമാറ്റി വോട്ട് ചെയ്യിക്കാൻ സാധിച്ചു എന്നാണ് BJP നേതാക്കളെ കണക്കുകൂട്ട്. നമുക്കിപ്പോഴും തന്നെ ആർക്കെല്ലാം വോട്ട് ചെയ്തു എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ അനുമാനിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. അതേസമയം BJPക്കകത്തൊരു ആഭ്യന്തര രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ വെങ്കയ്യ നായിഡുവിന് തന്നെ ഇപ്പോൾ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വെങ്കയ്യ നായിഡുവിന് തന്നെ ഉപരാഷ്ട്രപതിയാവാൻ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വെങ്കയ്യ നായിഡു എന്ന് പറഞ്ഞാൽ BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായൊരു നേതാവാണ്. അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അമിത്ഷായെ പോലെ വീണ്ടും ഒരു BJP നേതൃത്വ സ്ഥാനത്ത് ഒന്നുകിൽ കരുത്തനായി മടങ്ങി വരാം, അതുമല്ലെങ്കിൽ വലിയ മന്ത്രിസ്ഥാനങ്ങൾ. ഇതേവരെ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ആഭ്യന്തരമന്ത്രി. ഈ സർക്കാർ നരേന്ദ്രമോദി സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്ന ഒരു പേരായിരുന്നു. അതുമല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി, ഈ ധനമന്ത്രി, ഈ ഇത്തരത്തിലുള്ള വലിയ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാവുന്ന ഒരു നേതാവായിരുന്നു വെങ്കയ്യ നായിഡു. എന്നാൽ വെങ്കയ്യ നായിഡു എന്ന നേതാവിന്റെ ഒരു രാഷ്ട്രീയ ജീവിതം, ഔദ്യോഗിക രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തിൽ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തിന്റെ അതൊരു വലിയ സ്ഥാനമാണെങ്കിൽ പോലും അധികാരങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഇനി ഒരുപക്ഷെ ഉപരാഷ്ട്രപതി സ്ഥാനം കഴിഞ്ഞ് വീണ്ടും ഒരു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കുറെ കാലം കഴിഞ്ഞ് സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിക്കുകയാണെങ്കിൽ പരിഗണിക്കപ്പെടാമെന്നല്ലാതെ വെങ്കയ്യ നായിഡു എന്ന നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിന് ഏതാണ്ട് തിരശീല വീഴുകയാണ് എന്ന് നമുക്ക് പറയാം. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇദ്ദേഹത്തെ വെങ്കയ്യ നായിഡു എന്ന നേതാവിനെ അദ്ദേഹത്തെ ഔദ്യോഗിക രാഷ്ട്രീയ രംഗത്തു നിന്നും മാറ്റി നിർത്തുക എന്നൊരു അജണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടായിരുന്നു. ഒന്ന് ആ അജണ്ട അത് പുറത്തേക്ക് പറയില്ല, രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വശത്ത് അത് നടക്കുന്നു, മറ്റോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൂടെ BJP ലക്ഷ്യമിട്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് അവർക്കൊരു വലിയൊരളവോളം വിജയിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. തീർച്ചയായും. അതുപോലെ തന്നെ ഒരു ചെറിയ കാര്യം കൂടി, ഈ PK കുഞ്ഞാലിക്കുട്ടിയും ശ്രീ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മതേതര മുന്നണിക്ക് വളരെ അനിവാര്യമായൊരു വിജയം. PK കുഞ്ഞാലിക്കുട്ടിയുടെയും അബ്ദുൽ വഹാബിൻ്റെയും താമസിച്ച് വരൽ യാദർശികമല്ല എന്ന് കരുതുന്ന ഏതെങ്കിലും രാഷ്ട്രീയ സാഹചര്യമുണ്ടോ നിലവിൽ? അല്ല, അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു അനുമാനത്തിൽ എത്താൻ സാധിക്കില്ല. കാരണം എന്താണ് അതിൻ്റെ കാരണം? ഇതെല്ലാം തന്നെ ഇനി വരുന്ന മണിക്കൂറുകൾക്കിടയിൽ നിന്നെല്ലാം തന്നെ ഇതിൽ നിന്നും ഡൽഹിയിൽ നിന്നും വരേണ്ടതുണ്ട്, അവരുടെ കൂടുതൽ വിശദീകരണം ഇത്തരം കാര്യങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPയെ ശക്തമായ രീതിയിൽ നേരിടാൻ മതേതര പാർട്ടികൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നതിനിടയിൽ ഇവർ വോട്ട് ചെയ്യാത്തൊരു സാഹചര്യം, അതിനുള്ള ന്യായീകരണം എന്ത് തന്നെയായാലും ശരി, അത് യാതൊരു സംശയം വേണ്ട, അത് സ്വീകരിക്കപ്പെടില്ല. മാത്രമല്ല അത് മുസ്ലിം ലീഗിന് വലിയൊരു തിരിച്ചടിയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും. K രാജേന്ദ്രനാണ് വിശദാംശങ്ങളും വിശകലനങ്ങളും നൽകിയത്. ഒപ്പം M സന്തോഷും. ഇന്ത്യയുടെ 13ാമത് ഉപരാഷ്ട്രപതിയായി വെങ്കയ്യ നായിഡുവിനെ തെരഞ്ഞെടുത്തു. 516 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായത്.
മുഖ്യമന്ത്രിയെ അപമാനിച്ച CPI എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജുവിനോട് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വിശദീകരണം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് പേടിപ്പനിയാണെന്ന രാജുവിന്റെ പരാമർശത്തിലാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. എറണാകുളത്ത് നടന്ന ഒരു പൊതുപരിപാടിയിലാണ് പി രാജു മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ഉപദേശകർ മന്ദബുദ്ധികളാണെന്ന് പറയുകയും ചെയ്തത്. ഉടനടി രേഖാമൂലം വിശദീകരണം നൽകണമെന്നാണ് കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടത്. മുൻപ് പലതവണയും പി രാജു CPIM നേതാക്കളെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ച് രംഗത്തെത്തിയിരുന്നു. അതേസമയം താൻ മുഖ്യമന്ത്രിക്കെതിരെ പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പി രാജു പറഞ്ഞു. തന്റെ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തതാണെന്നും പി രാജു പറഞ്ഞു. കാസർഗോഡ് കടലാടിപ്പാറ ബോക്സൈറ്റ് ഖനന നീക്കത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പരിസ്ഥിതി മലിനീകരണ വകുപ്പ് തെളിവെടുപ്പ് നിർത്തിവെച്ചു. ക്രമസമാധാനം തകർത്ത് തെളിവെടുപ്പ് നടത്താനാകില്ലെന്ന് കളക്ടർ പറഞ്ഞു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഉപരോധം നടത്തിയത്. ആശാപുര കമ്പനിയാണ് ബോക്സൈറ്റ് ഖനന നീക്കം നടത്തുന്നത്.